ഇപ്പൊ പല ദൈവങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യർ എന്താ സംഭവിക്കുന്നറിയോ? വരൾച്ച ജീവിതത്തിൽ നിന്ന് വിട്ടുപോകില്ല, ക്ഷാമം വിട്ടുപോകില്ല, പച്ചപ്പുണ്ടാവില്ല, തളിർപ്പുണ്ടാവില്ല, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ നല്ലൊരു വാക്കുണ്ടാകണം: ഞാൻ യഹോവയുടെ സേവകനാണ്. അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവം ഇടപെടും. നമ്മുടെ ഉള്ളിൽ ഈ ആഹാബുണ്ട്. അന്ധവിശ്വാസങ്ങളെ ആരാധിക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി അന്യന്റെ മുതലാഗ്രഹിക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. യഹോവയുടെ ആരാധകരെ, യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്ന, ജസബേലിനെ പിന്തുണയ്ക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവസഭയെ കുറ്റപ്പെടുത്തുന്ന, വൈദികരെ കുറ്റപ്പെടുത്തുന്ന, സഭയെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പിറുപിറുക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. എത്ര പേർക്ക് ധൈര്യമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ സേവിക്കുന്ന യഹോവയായ ദൈവമാണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ. അത്യുന്നതനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായവൻ അരുളി ചെയ്യുന്നു, ഞാൻ എളിമയുള്ളവരോടുകൂടെ പാർക്കുന്നു. ഉന്നതനായ ദൈവം എളിമയിൽ വസിക്കുന്നു. അപ്പോൾ രണ്ട് അതിരുകളാണ്, രണ്ട് സ്ഥലങ്ങൾ, രണ്ട് ധ്രുവങ്ങളാണ്. ഉന്നതനായ ദൈവം എളിമയുള്ളവരോടുകൂടെ വസിക്കുന്നു. ദൈവം നമ്മളോടുകൂടെ വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ സമാധാനം വരും. ദൈവം വരാനുള്ള ഏക വഴി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം നമുക്ക് വളരെ സുപരിചിതമായൊരു വചനമാണ്. യാക്കോബ് 5:17. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. അത് മതി, അത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. യാക്കോബ് സ്ലീഹ പഴയ നിയമത്തിലെ അതിശക്തനായ ഒരു പ്രവാചകനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏലിയായെ അറിയാത്ത ആളുകൾ ആരും ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്രായേലിൽ ഏലിയ പ്രവാചകനെ പോലെ തീ പാറുന്ന പ്രസംഗം, തീ പാറുന്ന പ്രവർത്തനങ്ങൾ, തീ പാറുന്ന ആരാധന, തീമയനായ ഒരു മനുഷ്യനാണ് ഏലിയ. ഏലിയയുടെ പ്രസംഗം ദൈവജനത്തെ തീ പിടിപ്പിക്കുകയായിരുന്നു. ഏലിയയുടെ ആരാധനയിൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി വരുമായിരുന്നു. ഏലിയയുടെ പ്രവർത്തനങ്ങൾ ദൈവജനത്തെ അത്ഭുതപ്പെടുത്തി. ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം കയ്യിലിട്ടിങ്ങനെ അമ്മാനമാടിയ മനുഷ്യനാണ് ഏലിയ പ്രവാചകൻ. ഏലിയയുടെ കാലം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏലിയ ശുശ്രൂഷ ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് അത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഏലിയ ഇറങ്ങി വരുന്നത്. ആ കാലം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏലിയ ഇറങ്ങി വരുന്നൊരു കാലം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ അസ്വസ്ഥമാക്കുന്ന ഒരു ചുറ്റുപാടാണുള്ളത്. ഏലിയ ശുശ്രൂഷ ചെയ്ത സമയം ഏതാണ്? അത് കേൾക്കുമ്പോൾ നമ്മളാരും യോഗത്തിന് പോലും വരികയില്ല. ഏലിയ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് രാജഭരണം നടത്തിക്കൊണ്ടിരുന്ന രാജാവിൻ്റെ പേര് ആഹാബ് എന്നാണ്. ആഹാബ് ആരാണെന്ന് പറയുന്നതിന് മുമ്പ് ആഹാബിൻ്റെ മുമ്പുള്ളൊരു കാലം മനസ്സിലാക്കണം. അത് എഴുതിയിരിക്കുന്നത് രാജാക്കന്മാരുടെ ചരിത്രത്തിലാണ്. വേദപുസ്തകത്തിൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ കുറേ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 1-2 പേരോട് പേര് ഞാൻ പറയാം, അത്രയും പഠിച്ചാൽ മതി. ഈ ചരിത്രമായതുകൊണ്ട് അങ്ങനെ നമുക്ക് അത്ര ഇഷ്ടം തോന്നാൻ സാധ്യതയില്ലല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട രാജാവിൻ്റെ പേരാണ് സിമ്രി. എല്ലാവരും ഒന്ന് പറയാവോ? സിമ്രി. അയാൾ ഇസ്രായേലിൽ ഭരണം നടത്തി 7 ദിവസമേ ഭരിച്ചോളൂ. സിമ്രി അധികാരത്തിൽ വന്നു, 7 ദിവസം ഭരണം നടത്തി. അപ്പോഴത്തേക്കും അവനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ നാട്ടിൽ പരന്നു. അവൻ രാജാവിനെതിരെ ആളെ കൂട്ടിയെന്നൊക്കെ കേട്ട്. അതുകൊണ്ട് സിമ്രിയുടെ കൊട്ടാരത്തിന് ചുറ്റും പെട്ടെന്ന് ജനങ്ങൾ വളഞ്ഞു. സിമ്രി വേഗം പോയിട്ട് ആത്മഹത്യ ചെയ്തു. 7 ദിവസം ഭരിച്ചുള്ളൂ. എന്നിട്ട് സിമ്രിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ തൻ്റെ ജനത്തെ പാപത്തിലേക്ക് നയിച്ചത് കൊണ്ടാണ് അവൻ ഈ ഗതി വന്നത്. അങ്ങനെയുണ്ട്.
അവൻ ആത്മഹത്യ ചെയ്യാനും പരാജയപ്പെടാനും കാരണം പാപത്തിലേക്ക് ജനത്തെ നയിച്ചതുകൊണ്ട് അവന് ഗതി വന്നു. സിമ്രി കഴിഞ്ഞപ്പോൾ അയാളുടെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരാളുടെ പേരാണ് ഒമ്രി. എന്ന് പറഞ്ഞേ, ഒമ്രിയാണ് അടുത്ത രാജാവായിട്ട് വന്നത്. ഒമ്രിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, 25-ാമത്തെ വചനം, 1 രാജാക്കന്മാർ 16:25 ഓമ്രി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. അടുത്ത വചനം, മുൻഗാമികളെക്കാൾ ഏറെ തിന്മയിൽ മുഴുകി അവൻ നെബാത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കാലം. സിമ്രി പാപം ചെയ്യുന്നത് ജീവിച്ച ഒരു രാജാവാണ്. അയാളുടെ സേനാധിപനായ ഓമ്രി അധികാരത്തിൽ വന്നു. അയാളെക്കുറിച്ച് എങ്ങനെയാണ് എഴുതിയത്? തൻ്റെ മുൻഗാമികളെക്കാൾ ഏറെ പാപം ചെയ്തു. അപ്പം ഇസ്രായേൽ നാട്ടിൽ എന്താ സ്ഥിതി? രാജാവ് ജനത്തെ മുഴുവൻ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. 2, വിഗ്രഹാരാധനയിൽ മുഴുകി ജനത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് പറഞ്ഞു വിട്ടു. അതിൻ്റെ കാരണം ഞാൻ പറയാം. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം ഒമ്രിയുടെ മകനായ ആഹാബ് ഭരണത്തിലേറ്റു. ഇപ്പം നിങ്ങൾ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കി. ചരിത്രം, സിമ്രി ആത്മഹത്യ ചെയ്തു, പിന്നെ ഓമ്രി എന്ന് പറയുന്ന ഒരു പുള്ളി രാജാവായി വന്നു. അയാൾ മുഴുവൻ പാപത്തെക്കുറിച്ച് മുഴുവൻ ജനത്തിന് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനത്തെ മുഴുവൻ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടൊരു നാട് നാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. തൻ്റെ മുൻഗാമികളെക്കാൾ ഏറെ പാപം ചെയ്ത മനുഷ്യനാണ് ഓമ്രി. അടുത്തത്, ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി. അവൻ 22 വർഷം ഭരിച്ചു. ഇനി കേൾക്കണം, ഓമ്രിയുടെ മകൻ ആഹാബ് തൻ്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. അയാളുടെ അപ്പൻ നല്ല രീതിയിൽ തിന്മ പ്രവർത്തിച്ചു. അപ്പൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത. ഇനി എന്തെങ്കിലും ഒരു ദുഷ്ടത അപ്പൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ മകനങ്ങോട്ട് ചെയ്ത്, ഒരെണ്ണം കൂടുതൽ ചെയ്യാൻ കിട്ടിയാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ച് കൂടുതൽ തിന്മ ചെയ്ത രാജാവാണ് ആഹാബ്. അടുത്തത്, നെബാത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ച് അത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ യെത്തുബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്തു. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആ പേരിൻ്റെ പ്രത്യേകത, യെത്തുബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം കഴിച്ചു. ഇതാരായിട്ട് ബന്ധപ്പെട്ടാന്നറിയോ? ബാലിനെ ആരാധിക്കുക. യെത്തുബാലിൻ്റെ മകൾ ജസബേലിനെ ഇയാൾ വിവാഹം കഴിച്ചു. ഇവിടെ ഇരിക്കുന്ന അവിവാഹിതരായ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിവാഹ ബന്ധത്തിന് മുമ്പ് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ ചാടിക്കറി കല്യാണം കഴിക്കരുത്. ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി ഞങ്ങളുടെ കല്യാണം കഴിച്ചു. പലപ്പോഴും ഇന്നത്തെ പല കല്യാണവും ഇഷ്ടം തോന്നിയാണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഇഷ്ടം തോന്നി, നിറം ഇഷ്ടപ്പെട്ടു, ജോലി ഇഷ്ടപ്പെട്ടു, വീട് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടം തോന്നിയല്ല കല്യാണം കഴിക്കേണ്ടത്. അത് വലിയ ദുരന്തം ഉണ്ടാക്കും. ചില ബന്ധങ്ങൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേൽ ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. എന്താ കാരണം എന്നറിയോ? ആഹാബ് രാജാവ് യെത്തുബാലിൻ്റെ മകൾ, ബാലിനെ ആരാധിക്കുന്നവൻ, അവൻ്റെ പേര് തന്നെ ബാലിനോട് ചേർത്തിട്ടേക്കണം. യെത്തുബാൽ, മകളുടെ പേര് ജസബൽ, ബാലിനോട് ചേർത്താണ് ഇട്ടേക്കുന്നത്. അവരുടെ ആരാധന മൂർത്തി അഷേര പ്രതിഷ്ഠകളെ ആരാധിച്ച് ബാൽ ദൈവത്തെ ബഹുമാനിച്ച് അവർക്ക് അമ്പലം പണിത് അല്ലെങ്കിൽ വിഗ്രഹം പണിത് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഇസ്രായേലിൻ്റെ ദൈവം വഴി നടത്തുന്ന ജനത്തെ ആഹാബ് രാജാവ് അതിൽ കൊണ്ട് കെട്ടിച്ചു, അങ്ങനെ ബന്ധിച്ചു. സമരിയായിൽ താൻ പണിച്ച ബാൽ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം പണിതു. അവനിങ്ങനെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, കല്യാണം കഴിച്ച പുള്ളിക്കാരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ദേവൻ്റെ ആരാധന തുടങ്ങി. എന്നിട്ടും തീർന്നില്ല. ദൈവജനത്തിൻ്റെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചിട്ട് ബാലിനൊരു ആരാധനാലയം പണിതു. എന്നിട്ടോ അവനൊരു അക്ഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. ആലോചിച്ച് നോക്കി, യഹോവ തരുന്ന നന്മകൾ കൊണ്ട് തിന്മയെ ആരാധിക്കുവാനുള്ള ക്രമീകരണം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് തരുന്ന നന്മ തിന്മയ്ക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുന്ന താഴെ പറയും. തൻ്റെ മുൻഗാമികളേക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഈ ഒരു കാലഘട്ടമാണ്. അപ്പം നിങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ ആംബിയൻസ് ഒന്ന് മനസ്സിലാക്കണം. യഹോവയെ ആരാധിക്കാൻ ആളില്ല, ബാലിൻ്റെ പുറകെയാണ് ജനം മുഴുവൻ. ഇസബേലിൻ്റെ പ്രവാചകന്മാരാണ് രാജ്യത്ത് ആത്മീയ ശുശ്രൂഷ നടത്തുന്നത്. അതനുസരിച്ചുള്ള പാപം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്ത് ദൈവങ്ങളാണ്? ബാൽ ദൈവം, അഷേര ദൈവം, എന്താണ് ഇത്? നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അച്ഛാ, ഞങ്ങൾക്കിപ്പോൾ ബാലിനെ അറിയാൻ മേല, അഷേരേനെ അറിയാൻ മേല, ഞങ്ങൾക്കാകെ പരിമലത്തിനുമേനെ അറിയാം, കന്യകമറിയാമിനെ അറിയാം, പിന്നെ ദൈവത്തെ അറിയാം. നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഒത്തിരി ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്.
യുദ്ധം ചെയ്യുന്ന ദൈവം അതാരെന്നറിയോ? അത് യഹോവ. അതുകൊണ്ട് അവർ യഹോവയെ വിളിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. സൈന്യങ്ങളുടെ ദൈവം, യുദ്ധം ചെയ്യുന്ന ദൈവം. അപ്പൊ ആ ജീവിതത്തിൽ യുദ്ധം ഉണ്ടായാൽ ഇവർ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? യഹോവയെ വിളിക്കും. ആഹാബ് അങ്ങനെയാണ്. ആഹാബ് യഹോഫാത്തും കൂടി യുദ്ധം നടത്തുന്ന സമയത്ത് ആദ്യം യഹോവയുടെ ആലോചന ചോദിക്കാൻ പോയത്. യുദ്ധത്തിന്റെ ദൈവം യഹോവ. അപ്പൊ ബാലോ, സമൃദ്ധിയുടെ ദൈവം ബാല്, സംതൃപ്തിയുടെ ദൈവം അശേര. ഇങ്ങനെ ഓരോ ദൈവത്തിനും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് ഓരോരോ ദൈവങ്ങളുണ്ട് അല്ലേ? ഓരോ ദൈവത്തിനെയും അഭയം തേടുന്നത് അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ വിഷയങ്ങൾ അനുസരിച്ചാണ്. ഇസ്രായേലും അങ്ങനെയാണ്. യുദ്ധം വരുമ്പോൾ അവരെന്ത് ചെയ്യും? യഹോവയെ ആരാധിക്കും. കാശും കാര്യങ്ങളൊക്കെ വേണോ? അന്നേരം ബാലിൻ്റെ പുറകെ പോവും. പുഷ്ടി വേണോ? അന്നേരം അശേരയുടെ പുറകെ പോവും. ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ ജീവിതം തന്നെ നാശമാണ്. അതുകൊണ്ടാണ് ഏലിയ ചോദിച്ചത്, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാല് ചവിട്ടിക്കൊണ്ട് നടക്കും? നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുക, എന്തെങ്കിലും വിഷമം പ്രയാസവും യുദ്ധമൊക്കെ വരുമ്പോൾ, ജീവിതത്തിൽ രോഗത്തിൻ്റെ യുദ്ധം, കടഭാരത്തിൻ്റെ യുദ്ധം, പ്രയാസത്തിൻ്റെ യുദ്ധം വരുമ്പോൾ കർത്താവെ രക്ഷിക്കണമേ. പിന്നെ ഒരു വീട് പണിയാൻ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ മറ്റേ കേൾക്കുന്ന ആളുടെ അടുത്ത് നിന്നില്ല, മറ്റേ സമയം എപ്പോഴാ? അതിനൊരു മടിയില്ല. പ്രാർത്ഥിച്ച് കല്യാണം, അയ്യോ ചെറുക്കന് കല്യാണം വരുന്നില്ല, അല്ലെങ്കിൽ പെണ്ണിന് കല്യാണം വരുന്നില്ല, അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കല്യാണമായി. കല്യാണമായി കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് ഇറങ്ങാൻ നേരത്ത് മറ്റേ രാഹുവിൻ്റെ സമയം നോക്കിയാലേ. ഇപ്പം പല ദൈവങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യർ എന്താ സംഭവിക്കുന്നറിയോ? വരൾച്ച ജീവിതത്തിൽ നിന്ന് വിട്ടുപോവില്ല, ക്ഷാമം വിട്ടുപോവില്ല, പച്ചപ്പുണ്ടാവില്ല, തളിർപ്പുണ്ടാവില്ല, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല എന്ന്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ, ദൈവം തിരഞ്ഞെടുത്ത ജനം, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവകാശപ്പെട്ട ജനം, ആ ജനത്തിനിപ്പം കുടിക്കാൻ വെള്ളമില്ല, കുടിവെള്ളം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. എന്താ കാര്യം എന്നറിയോ? ഇവരുടെ ആത്മീകത എന്ന് പറയുന്നത് തെറ്റായി കിടക്കുകയാണ്. തെറ്റായ ആത്മീകത. അശേര പ്രതിഷ്ഠയുടെ പുറകെ കുറേ നേരം, ബാൽ ദൈവങ്ങളുടെ പുറകെ കുറേ നേരം, ഇഷ്ടാർ ദേവിയുടെ പുറകെ കുറേ നേരം, അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയാൽ വലിയ പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പുറകെ. നമ്മളുമായിട്ട് ബന്ധമുണ്ടോ പ്രിയപ്പെട്ടവരെ? അന്യദൈവങ്ങളുടെയും അനേക ദൈവങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും പുറകെ ഈ ജനത്തെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രാജാവ് പറയണം ഇങ്ങനെ കിട്ടണമെങ്കിൽ അവിടെ ആരാധിക്കുക, ഇങ്ങനെ കിട്ടണമെങ്കിൽ ആ ആലയത്തിൽ കൊണ്ട് അത് കൊടുക്കുക, ഇവിടെ കൊടുക്കുക, അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രയാസവും പ്രതിസന്ധിയും കഷ്ടതയും. മഴയോ പെയ്യുന്നില്ല, വെള്ളം തീർന്നു, നാട് മുഴുവൻ വരണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏലിയ ഇറങ്ങുന്നത്. ഏലിയ ഇറങ്ങുമ്പം ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനായ ഏലിയ എന്നല്ല, 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ കൊതിയാവുന്നുണ്ട് സത്യത്തിൽ. പക്ഷെ അത്രയും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കൊതിയും പിടിച്ചുകൊണ്ട് മുറിയിലിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബ് എന്ന് പറയുന്ന വിഗ്രഹാരാധകന്റെ മുമ്പിൽ ഭാര്യ എന്നതനുസരിച്ച് തുള്ളുന്ന രാജാവാണ് അയാൾ. അയാളുടെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ചീരത്തോട്ടം ഉണ്ടാക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മല്ലിട്ടൊരു മനുഷ്യനാണ് ഈ ആഹാബ്. ഇസബല്ലി എന്ന് പറയുന്ന ദുഷ്ടയായ സ്ത്രീയുടെ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും വശംവദനായി ഇസ്രായേലിനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു മനുഷ്യനാണ്. ഇസ്രായേലിലെ സാധാരണക്കാരായ ആളുകൾ ആഹാബ് കേൾക്കുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങും. ജനത്തിൻ്റെ മുമ്പിൽ വലിയ ഭീകരനും ഭാര്യയുടെ മുമ്പിൽ വളരെ പൂച്ചയുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആഹാബ്. ഈ ആഹാബിൻ്റെ മുമ്പിലേക്ക് ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ ചെന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ ഈ നാട്ടിൽ ഉണ്ടാവില്ലെന്ന്. എന്താണ് ഏലിയയ്ക്ക് ഇത്ര പ്രത്യേകത? ഏലിയയുടെ പ്രത്യേകതയാണ് യാക്കോബ് നേരത്തെ വിളിച്ച് പറഞ്ഞത്, നമ്മെ പോലത്തെ ഒരു മനുഷ്യൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചും കൂടെ ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയുമ്പോൾ ഒരു സുഖം എന്തെന്നറിയോ? ഏലിയായെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായ്ക്ക് പറയാനുള്ള ഒരു പരിചയപ്പെടുത്തൽ ഇങ്ങനെയാണ്, നമ്മെ പോലത്തെ ഒരു മനുഷ്യൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് പറയുന്നത് നമ്മെ പോലത്തെ ഒരു മനുഷ്യൻ. അദ്ദേഹം നിന്നിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. എന്താണ് ഇവിടെ ഏലിയയുടെ പ്രത്യേകത എന്നറിയോ? നിങ്ങൾക്കത് വായിച്ചപ്പോൾ വല്ലതും തോന്നിയോ? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു,
അയാളുടെ അപ്പൻ്റെ പേര് പറഞ്ഞില്ല, അമ്മയുടെ പേര് പറഞ്ഞില്ല, അഡ്രസ്സ് പറഞ്ഞില്ല, നാട് പറഞ്ഞില്ല, ജോലി പറഞ്ഞില്ല. പക്ഷെ അയാൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. തൂത്തോട്ടിയിൽ ഇന്ന് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്? 4 ആളുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ അറിയപ്പെടും? ചോദ്യം ഇതാണ്. അയാൾ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലത് മഴയോ മഞ്ഞോ പെയ്യില്ല. എന്താണ് അയാളുടെ മേൽവിലാസം? വല്ലതും മനസ്സിലായോ? എന്താണ് അയാളുടെ മേൽവിലാസം? ഞാനതാ പറഞ്ഞേ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ബാലിനെ ആരാധിക്കാൻ ചട്ടം കെട്ടുന്ന ഒരു രാജാവിൻ്റെ മുമ്പിൽ, അക്ഷേര പ്രതിഷ്ഠകൾക്ക് ബലിയർപ്പിക്കാൻ ചട്ടം കെട്ടുന്ന ഒരു രാജാവിൻ്റെ മുമ്പിൽ, ഇഷ്ടാർ ദേവിയുടെ പിന്നാലെ ആരാധനയുമായി നടക്കുവാൻ ബലം പിടിക്കുന്ന ഒരു രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഞാൻ യഹോവയുടെ ആരാധകനാണ്, ഞാൻ സേവിക്കുന്ന യഹോവയാണ്. ഞാൻ ആരാണ്? യഹോവയുടെ സേവകൻ. എത്ര പേർക്ക് ബലമുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് ഈ ബലമുണ്ട്? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ചിലർ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങളുടെ സമയദോഷം കൊണ്ടാണ്, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ദോഷം കൊണ്ടാണ്, വീടിൻ്റെ മേലെ രഥം ഓടുന്നതുകൊണ്ടാണ്, തേരോട്ടം ഉള്ളത് കൊണ്ടാണ്, നാളങ്ങനെ ആയതുകൊണ്ടാണ്, ജാതകം ഇങ്ങനെ ആയതുകൊണ്ട്, പലരും പറയും. എത്ര പേർക്ക് ധൈര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ സേവിക്കുന്ന യഹോവയായ ദൈവമാണ്? എനിക്കൊരു മേൽവിലാസമുണ്ട്, ഞാൻ യഹോവയുടെയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെയാണ്. അയാളുടെ മേൽവിലാസം വേറൊന്നുമില്ല, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ സേവിക്കുന്ന യഹോവയാണ്. അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ മഴ പെയ്യില്ല, മഞ്ഞ് പെയ്യില്ല. അയാളുടെ ഏക പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ യഹോവയിൽ വിശ്വസിച്ചു. ചുറ്റുപാടും ഇങ്ങനത്തെ പ്രതിസന്ധിയാണ്. പരിഹാസികളും കുറ്റപ്പെടുത്തുന്നവരും വിഷമിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും എതിർക്കുന്നവരുമായി മനുഷ്യരുടെ നടുവിൽ നിന്നുകൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ യഹോവയുടെ സേവകനാണ്. വേറെ ഒരു മേൽവിലാസമില്ല അയാൾക്ക്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ നല്ലൊരു വാക്കുണ്ടാകണോ? ഞാൻ യഹോവയുടെ സേവകനാണ്. അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഞാൻ യഹോവയുടെ സേവകനാണ്. അയാൾക്ക് ഒരു മടിയില്ല അത് വിളിച്ചു പറയാൻ. ഞാൻ യഹോവയുടെ സേവകനായതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. സ്ലീഹ വിളിച്ചു പറയാണ്, നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. എന്താണ് നമ്മളെപ്പോലത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? 2 കാല്, 2 കണ്ണ്, 2 കൈ, അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായിരിക്കും നമ്മളെപ്പോലത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്? നമ്മുടെ എല്ലാ സ്വഭാവവും ഈ ഏലിയായിക്കൊണ്ട്. എന്താണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മളും പേടിത്തൊണ്ടന്മാരാണ്. ഏലിയ നമ്മളെക്കാൾ വലിയ പേടിത്തൊണ്ടനാണ്. ഇത്രയും വലിയ വീമ്പക്കളക്കിയില്ലേ രാജാവിൻ്റെ മുമ്പിൽ വന്ന്? ഇയാളുടെ പേടി എന്താണെന്നറിയാവോ? 17-ാം അധ്യായത്തിൽ കർത്താവ് ഏലിയയോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് യോർദാന് കിഴക്കുള്ള കെരൂത്ത് അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക. ആരാ ഒളിച്ച് താമസിക്കുന്നത്? ധൈര്യമുള്ളവന്മാരാണോ പേടിയുള്ളവന്മാരാണോ? ഒന്നുറക്കെ പറ. ഇപ്പൊ ഏലിയയുടെ അവസ്ഥ എന്താ? അതിഭയങ്കരനായ രാജാവ് ആഹാബിന്റെ മുമ്പിലേക്ക് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ, ഞാൻ സേവിക്കുന്ന എൻ്റെ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇവിടെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല എന്ന് ചങ്ക് വിരിച്ച് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ എവിടെയാ? നാട്ടുകാർ ചോദിച്ചു, ഏലിയ എന്തി? കാണാനില്ല. അല്ല, പുള്ളിയാണോ വലിയ പ്രസംഗം പറഞ്ഞേ? പുള്ളിയെ കാണാനുണ്ടോ? ഇല്ല, കാണാനില്ല. ആർക്കും അറിയാൻ മേല, ഒറ്റ മനുഷ്യൻ അറിയാൻ മേല ഏലിയ എവിടെയാണെന്ന്. കെരീത്ത് തോട്ടിൻ്റെ അരികിൽ. ആകെ അറിയുന്നത് കാക്കയ്ക്ക് മാത്രമേ അറിയുള്ളൂ. കാക്ക അപ്പോ ഇറച്ചിയും കൊണ്ട് കൊടുക്കും, വേറൊരു മനുഷ്യൻ അറിയാൻ മേല. ഒരു പേടിത്തൊണ്ടനായ മനുഷ്യൻ. യഹോവയുടെ പേര് പറയുമ്പോൾ അവന് ധൈര്യമുണ്ട്, അല്ലാത്തപ്പോൾ പേടിച്ചിരിക്കുകയാണ്. കെരീത്ത് തോടിൻ്റെ അരികിൽ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ. ഇപ്പം നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് നൽകുന്ന ഒരു പദവി പറയാനാണ് ഞാനിത് പറഞ്ഞത്. നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ കെരീത്ത് തോടിൻ്റെ അരികിൽ പോയി ഒളിച്ച് താമസിക്കുകയാണ്. ഒരു പ്രവചനം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഉറച്ചു നിന്ന് ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ല. കർത്താവ് പറഞ്ഞു ഒളിച്ചു പോക്കോളാൻ പറഞ്ഞു. നേരെ ഒളിച്ചു പോയിരിക്കുകയാണ്. നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ. പക്ഷെ അവനൊരൊറ്റ പ്രത്യേകതയുള്ളൂ, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. എത്ര നാൾ പ്രാർത്ഥിച്ചാൽ? 3 വർഷവും 6 മാസവും അവൻ പറഞ്ഞു മഴ പെയ്തില്ല. പിന്നെ അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. എത്ര നാൾ പ്രാർത്ഥിച്ചെന്നറിയോ? മഴ പെയ്യുന്നത് വരെ പ്രാർത്ഥിച്ചു. എത്ര നാൾ പ്രാർത്ഥിച്ചേ? നമ്മൾ വിചാരിച്ചു 7 ദിവസം അല്ലെങ്കിൽ 40 ദിവസം. മഴ പെയ്യുന്നത് വരെ പ്രാർത്ഥിച്ചു.
നമ്മുടെ വേദനകളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഏലിയ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ. ഏലിയ നമ്മെപ്പോലത്തെ ഒരു മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് തിരുമേനിയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അവൻ്റെ പ്രാർത്ഥനയുടെ ഒരു തീഷ്ണത അത് നമ്മൾ കേൾക്കണം. നമുക്കറിയാം ആ സംഭവം, അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരും കൂടെ ബലിയർപ്പിക്കാൻ പോയി. എല്ലാവർക്കും അറിയാലോ. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ എന്തിറങ്ങി? അവർക്ക് പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. തീ ഇറങ്ങി. ആകാശത്തു നിന്ന് തീ ഇറങ്ങി. ഇവിടുന്ന് തീപ്പെട്ടി കൊളുത്തിയതല്ല, ആകാശത്തു നിന്ന് തീ ഇറങ്ങി. അപ്പോൾ ജനം മുഴുവൻ പറഞ്ഞു, ഏലിയായുടെ ദൈവം ശരിയായ ദൈവം. മഴയില്ല. സത്യാരാധന, കർമ്മയിൽ ബലിപീഠത്തിൽ ഒരു കർമ്മയിൽ അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം. വിഗ്രഹാരാധകരുടെ നടുവിൽ, അവിശ്വാസികളുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 400ഓളം ബാലിൻ്റെ പ്രവാചകന്മാരുടെ ഇടയിൽ ഒരുത്തൻ സത്യവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് യഹോവയെ ആരാധിച്ചു. സ്വർഗം അവൻ്റെ മേൽ തുറന്നു. തീ ഇറങ്ങി, ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ കൊന്നു. ഇനി സംഭവിച്ച ഒരു 1-2 കാര്യം വായിക്കുക. 18-ാം അധ്യായം 1 രാജാക്കന്മാർ 18:41 മുതലുള്ള തിരുവചനം. ഇപ്പോൾ കർമ്മേൽ ബലിപീഠത്തിന്മേൽ ബാലിൻ്റെ പ്രവാചകന്മാർ ബലിയർപ്പിക്കാൻ വേണ്ടി വരുന്നു. അവർ കടന്ന് കൂവുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു, സ്വയം മുറിപ്പെടുത്തുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഒന്നും നടക്കുന്നില്ല. അതിനുശേഷം ഏലിയ ബലിപീഠം നനച്ചു, കഴുകി, വിശുദ്ധീകരിച്ചു, കാളയെ വെച്ചു, കർത്താവിനെ ബലിയർപ്പിച്ചു. ആകാശത്തുനിന്ന് തീയിറങ്ങി. ജനം ആർത്ത് വിളിച്ചു പറഞ്ഞു, ഏലിയായുടെ ദൈവം സത്യദൈവം. അനന്തരം ഏലി ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. മഴയുടെ ഒരു ലക്ഷണമില്ല. 3.5 കൊല്ലമായിട്ട് മഴ പെയ്തിട്ടില്ല. 3.5 കൊല്ലമായിട്ട് നാട് വരണ്ട് വിണ്ട് കീറി കിടക്കുകയാണ്. ആരാധന കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചവൻ്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, മഴ ഇരമ്പുന്നു. ആരും കണ്ടിട്ടില്ല, ഒരു സാധ്യതയില്ല. പക്ഷെ ഒരു സാധ്യത പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയത്തിൽ. അടുത്ത വചനം, ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കർമ്മേൽ മലയുടെ മുകളിൽ കയറി. ഇന്നത്തൊരു വാക്ക് ശ്രദ്ധിക്കണേ. ഏലിയ കാർമേൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലായി ഇരുന്നു. അങ്ങനെ നിരിക്കാൻ പറ്റുമോ? ഞാനങ്ങനെ ഇരുന്ന് നോക്കി, എന്നെ കൊണ്ടൊക്കെ പറ്റിയല്ല. നട്ടലിൽ എന്താ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അങ്ങനെ ഇരുത്തണമെന്ന് കേട്ടിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഇരിക്കലേ നടക്കുകയുള്ളൂ. ഏലി അങ്ങനെ ഇരുന്നെന്നറിയോ? അവൻ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു ഇരിപ്പിരുന്നു. അവൻ നിലത്ത് മുട്ടുകുത്തി, നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകളുടെ ഇടയിലായി. എന്ന് വെച്ചാൽ എന്തോരം താണു വണങ്ങാൻ ആ ശരീരം കൊണ്ട് പറ്റുമോ അത്രയും കൊണ്ട് വളഞ്ഞു. അത്രയും വണങ്ങി അവൻ്റെ ദൈവത്തെ. അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അവനെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു. താണു വണങ്ങി. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല. അയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ആ പ്രാർത്ഥനയുടെ തീഷ്ണതയാണ് ഈ പറയുന്നത്. അവൻ യഹോവയായ ദൈവത്തിനെ ബലിയർപ്പിച്ചിട്ട് മുട്ടുമടക്കി താണു വണങ്ങി. അവൻ്റെ മുഖം കാലുകളുടെ ഇടയിൽ നിർത്തി അവൻ ദൈവത്തോട് ഏങ്ങലടിച്ച് നിലവിളിച്ചിട്ട് അവൻ ഭൃത്യനോട് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വല്ല അടയാളം ഉണ്ടെന്ന് പോയി നോക്ക്. ഇതുപോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് വല്ല അടയാളം ഉണ്ടെന്ന് പോയി നോക്ക്. പോയി നോക്കിയിട്ട് പറഞ്ഞു, ഓ ഒന്നും. ഇത് നമ്മൾ കേൾക്കുന്ന ഭാഷയാണ്. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്ക്. അവൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, ഒന്നുമില്ല. ഇങ്ങനെ 7 പ്രാവശ്യം സംഭവിച്ചു. എത്ര ആഴ്ചയായി വരാൻ തുടങ്ങിയിട്ട്, എത്ര നാളായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈ വിഷയം വെച്ചിട്ട്. 7 പ്രാവശ്യം ഈ ഭൃത്യനെ പറഞ്ഞു വിട്ടു, പോയി നോക്ക്, വല്ല പ്രാർത്ഥനയ്ക്ക് അനുഭവം ഉണ്ടോ? ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഞാനെൻ്റെ ഈ കടഭാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എത്ര നാളായി. എൻ്റെ മക്കളെ ഓർത്ത്, അല്ലെങ്കിൽ OET പരീക്ഷ ഓർത്ത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എൻ്റെ ആകുലതകളൊന്ന് മാറാൻ, എൻ്റെ സമർപ്പണങ്ങൾ, എൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഞാൻ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഒരു നിഴലുമില്ല, ഒരു സാധ്യതയില്ല. 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നു. ആ എന്തോരം ഉള്ളതാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. മനുഷ്യ കരത്തോടുള്ളത് എന്ന് വെച്ചാൽ എന്തോരം ഉണ്ടാവും? ഇത്ര ഉണ്ടാവും. ഒരു മേഘം, ആകാശത്തിൽ ഇത്രയുള്ളൊരു മേഘം. നമ്മുടെ ഈ ആത്മീയതയുടെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കി. ഭൃത്യൻ പറയാണ്, കണ്ടു, ചെറിയ പൊട്ട് പോലൊരു സാധനം. ആകാശത്ത് എന്തോരം മേഘമുണ്ട്. ആകാശത്ത് എന്തോരം വലിയ വലിയ മേഘങ്ങളുണ്ട്.
പക്ഷെ ഇയാൾ പറയുകയാണ്, മനുഷ്യകരത്തോടുള്ളൊരു മേഘം ഞാൻ കണ്ടു. അത്രയേ ഉള്ളൂ. മനുഷ്യകരത്തോട് വലിപ്പമുള്ള ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കണ്ടു. ഏലി അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. മതി, ആഹാബിനോട് മാറിക്കോളം പറയുക. ഇസബേലിനെ ആരാധിക്കുന്ന, അശേരയെ ആരാധിക്കുന്ന, ബാലിനെ ആരാധിക്കുന്ന ആഹാബിനോട് രഥം പൂട്ടി പോകാൻ പറ. ആഹാബ് മാറട്ടെ, അത്രയും മതി. അനുഗ്രഹത്തിന്റെ ഒരു ചെറിയ സാധ്യതയുണ്ട്, ആഹാബിനോട് രഥം പൂട്ടി പോകാൻ പറ. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ആഹാബുകളോട്, പാപ സ്വഭാവങ്ങളോട്, പാപത്തെ ആരാധിക്കുന്നവരോട്, പാപത്തിനെ പിന്തുണയ്ക്കുന്നവരോട് രഥം പൂട്ടി പോകാൻ പറ. ഏലിയ പറഞ്ഞു, ആഹാബിനോട് പോകാൻ പറ, രഥം പൂട്ടി പോകാൻ പറ. മഴ തടസ്സപ്പെടാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നമ്മുടെ ഉള്ളിൽ ഈ ആഹാബുണ്ട്. അന്ധവിശ്വാസങ്ങളെ ആരാധിക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി അന്യന്റെ മുതലാഗ്രഹിക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. യഹോവയുടെ ആരാധകരെ, യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്ന, ജസബേലിനെ പിന്തുണയ്ക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവസഭയെ കുറ്റപ്പെടുത്തുന്ന, വൈദികരെ കുറ്റപ്പെടുത്തുന്ന, സഭയെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പിറുപിറുക്കുന്ന ഒരു ആഹാബ് നമ്മുടെ ഉള്ളിലുണ്ട്. അനേക പുരോഹിതന്മാരെ കൊന്നു ആഹാബ്. അനേക അഭിഷിക്തന്മാരുടെ നാശത്തിന് കാരണക്കാരനായി. ആഹാബിനോട് രഥം പൂട്ടി പോകാൻ പറ. കൈമേഘത്തോളുള്ളൊരു മേഘം വരുന്നുണ്ട്. കൈമേഘത്തോളുള്ളൊരു മേഘം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ നന്മ വരുന്നുണ്ട്. ആഹാബിനോട് രഥം പൂട്ടി പോകാൻ പറ. പാപത്തോട് രഥം പൂട്ടി ഓടാൻ പറ. അടുത്തത്, നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരണ്ടു. മതി, ഈ ചെറിയ നന്മ ഇവന്റെ പ്രാർത്ഥനയിൽ ആകാശം മുഴുവൻ നിറഞ്ഞു. നമ്മുടെ വീട്ടിലേക്കൊരു നന്മ, നമ്മുടെ ജീവിതത്തിലേക്കൊരു നന്മ, ചെറിയൊരു സാധ്യത. നീ പാപം ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, തിന്മ ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, ഹൃദയം വിശുദ്ധീകരിക്കാൻ തുടങ്ങുമ്പോൾ അതങ്ങോട്ട് വലുതാകാൻ തുടങ്ങി. ആകാശം മേഘാവൃതമായി കറുത്തിരണ്ടു, കാറ്റ് വീശി, വലിയ മഴ പെയ്തു. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ചെറിയ കൈമേഘായിരുന്നു, വലിയ മഴയായി മാറി. ചെറിയൊരു അടയാളമായിട്ട് വന്നതാണ്. ജീവിതത്തിൽ ഒരു വലിയ നന്മ പെയ്തിട്ടേ പോകൂ. ഒരു നന്മയായത് പെയ്തു മാറി. എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിലവിളി, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിച്ചത്. ഏലിയ എങ്ങനത്തെ മനുഷ്യൻ? ഉറക്കെ പറഞ്ഞ എങ്ങനത്തെ മനുഷ്യൻ? നമ്മെ പോലത്തെ ഒരു മനുഷ്യൻ. വലിയ കേമത്തൊന്നുമില്ല, നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കുക, നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ. എല്ലാ വികാരങ്ങളും വിചാരങ്ങളും. ഏലിയയുടെ പ്രത്യേകത ഉണ്ട്. കർമ്മേൽ മലയിൽ ബലി അർപ്പിച്ച് കഴിഞ്ഞിട്ട് ഏലിയ ഓടി. വലിയ ആകാശത്ത് നിന്ന് തീയിറങ്ങി. ആൾക്കാർ മുഴുവൻ പറഞ്ഞു ഏലിയയുടെ ദൈവമാണ് സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയ വിശ്വസിച്ച് ഉറച്ച് ശക്തിപ്പെട്ട് നിൽക്കുകയാണ്. നല്ല ബലത്തിൽ നിൽക്കുകയാണ് ഏലിയ. അങ്ങനെ ഏലിയ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ആളുകളും നമുക്ക് പിന്തുണ പറഞ്ഞു. ആരും ഇല്ലായിരുന്നു, അപ്പം എല്ലാവരും പിന്തുണ പറഞ്ഞു. അയ്യോ, ഏലിയായുടെ ദൈവമാണ് സർവ്വദൈവം. ഏലിയായിനെ രാജാവിനെ പോലെ കാണുന്നത്. പക്ഷെ ഇപ്പം ഏലിയായിൻ്റെ അവസ്ഥ എന്താ അറിയോ? ഏലിയ നേരം വെളുത്തപ്പോൾ ബലിയർപ്പണം കഴിഞ്ഞ് രാവിലെ ഒരു വാർത്ത കേട്ടു. കൊട്ടാരത്തിൽ നിന്ന് ഇസബല്ല ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? ആഹാബിൻ്റെ ദൈവം സത്യദൈവം, ഏലിയായുടെ ദൈവം സത്യദൈവം. അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ പ്രവാചകന്മാരെ കൊന്ന ആ ഏലിയാവില്ലേ, നാളെ നേരം വെളുക്കുമ്പോൾ അവന് ഈ ഗതി വരും. അവൾ ആളെ വിട്ട്, ഏലിയാവിനെ കൊല്ലാൻ ആളെ വിട്ട്. ഏലിയ ഓടി ഒരു ഹോറേബ് മലയിലേക്കാണ് ഓടുന്നത്. അവൻ ഓടിച്ചെന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്ന്. 19-ാം അധ്യായത്തിൽ പറയുകയാണ്, ചൂരച്ചെടിയുടെ തണലിൽ കിടന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? ഒരാൾ ഡിപ്രഷനിൽ വീണ്, അല്ലേ? നമ്മൾ ഈ ഡിപ്രഷൻ എന്ന് പറയില്ലേ? ഏലിയ നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തറന്നാൽ നമുക്ക് എന്നാ പറ്റും? നമ്മൾ പറയും കർത്താവേ മരിച്ചാൽ മതി. പിന്നെ നമ്മൾ പറയുമ്പോൾ ഇച്ചിരിയുടെ വ്യത്യാസമുണ്ട്. കർത്താവേ ഞാൻ മാത്രം മരിച്ചാൽ പോരാ, ലോകം മൊത്തം അങ്ങ് തീരുകയാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ മാത്രം മരിക്കുമ്പോൾ വിഷയമാണല്ലോ. എല്ലാവരും കൂടെ അങ്ങ് തീരുമായിരുന്നെങ്കിൽ ഇതൊന്നും കാണണ്ടല്ലോ. ഏലിയ പറഞ്ഞു, കർത്താവേ എനിക്ക് മരിച്ചാൽ മതി,
ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല, എൻ്റെ പ്രാണനെ എടുക്കണം. ഒരാൾ ഡിപ്രഷനിൽ വീണ്. ഏലിയ നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ. വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ വീണ് താണ് തകർന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച മനുഷ്യൻ ഏലിയ നമ്മെ പോലത്തെ ഒരു മനുഷ്യൻ. അവൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഓർക്കണം, അയ്യോ എനിക്ക് വലിയ കഴിവൊന്നുമില്ല, ഞാൻ പാപത്തിൽ വീണു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എനിക്കൊരു രക്ഷയില്ല. ഇങ്ങനെ തകർന്നിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കൈമേഘം കാർമേഘമായി മാറി നമ്മുടെ വീട്ടിൽ പെയ്തിറങ്ങും. നമ്മളത് പ്രാപിക്കണം. ഇത്രയുള്ള അവൻ്റെ ബലം. ഒരു പേടിത്തൊണ്ടനായി ഏലിയ. പ്രദേശങ്ങൾ തകർന്നപ്പോൾ മരിച്ചാൽ മതി എന്ന് വിചാരിച്ചവൻ, ചുരച്ചെടിയുടെ തണലിൽ കിടന്ന് മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവൻ, അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മേൽ കാർമേഘമായി പെയ്തിറങ്ങിയ ഒരു അനുഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ പെയ്തിറങ്ങണം. ഞാനിത് പറഞ്ഞതെന്നറിയോ? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവേ, ചെറിയൊരു അനുഭവം വലിയ അടയാളമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ തീർക്കണം. ദൈവം അങ്ങനെ തീർത്തു തരും. കർത്താവ് അത് മതിയായവനാണ്. നമ്മളത് വിശ്വസിക്കുക. നമ്മുടെ ഓരോ വിഷയങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിന്മേൽ കർത്താവേ, ഒരു കൈമേഘം പോലെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കാണാൻ പറ്റണം. ആഹാബിനെ രണ്ടും പൂട്ടി നീ ഓടിച്ചു കളഞ്ഞാൽ അത് വലിയൊരു മേഘമായി മാറി നമ്മുടെ വീട്ടിൽ പെയ്തിറങ്ങും. ഈ പുസ്തകം നമ്മളെതാ പഠിപ്പിക്കണത്. എൻ്റെ ദൈവമേ, അങ്ങനെ പെയ്തിറങ്ങണമേ. വേദപുസ്തകത്തിലെ ഏലിയയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയത്, അവൻ നമ്മെ പോലത്തെ ഒരു മനുഷ്യനാണ്. പക്ഷെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോടല്ലാണ്ട് ആരോടാണ് പറയുക? പലപ്പോഴും ഇവിടെ കൗൺസിലിങ്ങിന് വന്നിരിക്കുന്ന ഓരോരുത്തരും ഒത്തിരി സങ്കടങ്ങൾ ഹൃദയങ്ങളിൽ പേറിക്കൊണ്ടാണ് വരിക. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടല്ലാതെ മറ്റൊരു വ്യക്തിയോട് നമുക്ക് പറയാനില്ല. ആരോട് പറഞ്ഞാലും ഇനി സഹായം ദൈവത്തിൽ നിന്നല്ലാതെ എവിടെ നിന്നും വരികയില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മൾ മുട്ടിപ്പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഏലിയ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. അവൻ എത്ര ദിവസം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. ഹോറേബ് പർവ്വതത്തിൽ അവൻ 40 ദിവസം പാർത്തു. 40-ാം ദിവസം മഴ പെയ്തു എന്നല്ല, മഴ പെയ്യുന്നത് വരെ അവൻ പ്രാർത്ഥിച്ചു. തലമുട്ടുകൾക്കിടയിൽ വെച്ച് അവൻ ദൈവസന്നിധിയിൽ കുനിഞ്ഞിരുന്നു, മഴ പെയ്യുന്നത് വരെ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി നടക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കുക. ചെറിയൊരു കൈമേഘം വന്നാൽ മതി, അത് വലുതായി പെയ്തിറങ്ങും. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ കൈമേഘത്തിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ബോധ്യം നമ്മുടെ തലയിൽ കിട്ടി. അതാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടിയ, മനസ്സിൽ കിട്ടിയ ആ കൈമേഘം. അത് പെയ്തിറങ്ങണം. ദൈവത്തിൻ്റെ കൃപയായിട്ട് അത് പെയ്തിറങ്ങണം. നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം.